എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7th സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ലെസൺ ആണ്, യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഈ ഒരു പാഠഭാഗത്തു നിന്നും വിവിധ മത്സര പരീക്ഷകൾക്കായി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ പാഠം തുടങ്ങുന്നത് തന്നെ ഒരു ചരിത്ര മ്യൂസിയത്തിൻ്റെ ഒരു ചിത്രം കാണിച്ചിട്ടാണ് അല്ലേ. ഏതാണ് ആ ചരിത്ര മ്യൂസിയം? ഹഗിയ സോഫിയ. ഏതാണ്? ഹഗിയ സോഫിയ. ഹഗിയ സോഫിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹഗിയ സോഫിയ. ഹഗിയ സോഫിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പാഠഭാഗം നന്നായിട്ട് നോക്കിയവർക്കറിയാം ഹഗിയ സോഫിയ എന്നുള്ള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുർക്കിയിലാണ്. ദെൻ അത് എപ്പോഴാണ് പണി കഴിപ്പിച്ചത്? എപ്പോഴാണ്? 6ാം നൂറ്റാണ്ടിൽ, AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. 6ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത് അല്ലേ. ഹഗിയ സോഫിയ AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആ ഹഗിയ സോഫിയ പണ്ടത്തെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന, ഏതായിരുന്നു കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം? ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന കവാടമായിരുന്നു ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബൂൾ എന്നാണ് കേട്ടോ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് ഇസ്താംബൂൾ. ഇസ്താംബൂൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്. തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന കവാടമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. എവിടെ നിന്ന് എവിടേക്ക്? ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന കവാടമായിരുന്നു ഏത്? നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ. എന്നാൽ ഈ തുർക്കി 1453 എന്തിനെ കീഴടക്കി? കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കി. തുർക്കി 1453 കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കി. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്തായിരുന്നു? ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അത് 1453 തുർക്കി കീഴടക്കി. ഈ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്താ? തുർക്കികളുടെ ആക്രമണമാണ് അല്ലെ. റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്തായിരുന്നു? ഈ തുർക്കികളുടെ ആക്രമണമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് തുർക്കിയിലാണുള്ളത് കേട്ടോ. ഇനി പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിന്റെ ഒരു പൈതൃകം പേറുന്ന രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റലിയാണ്. ഏതാണ്? ഇറ്റലി. ഈ ഇറ്റലി ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമാണെന്ന് പറഞ്ഞു അല്ലേ. അതായത് അവർ ഈ കല, സാഹിത്യം, അതുപോലെ എല്ലാ കാര്യങ്ങളെയും, സ്കൾപ്ചർ, എല്ലാത്തിനെയും, സ്കോളേഴ്സിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇറ്റലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെന്റർ ഓഫ് നോളേജ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരും, പണ്ഡിതന്മാരും, സ്കൾപ്ചേഴ്സും എല്ലാവരും എവിടേക്ക് കുടിയേറി പാർത്തു? ഈ തുർക്കിക്കാർ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ സമയത്ത് എല്ലാവരും ഇറ്റലിയിലേക്ക് കുടിയേറി പാർത്തു. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത് ഏതൊക്കെ സാമ്രാജ്യത്തിന്റെ പൈതൃകം പേറുന്നതാണ്? ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിന്റെ പൈതൃകം പേറുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. ഇനി എല്ലാ മേഖലകളിലും ഇവർ പോയതോടുകൂടി, അവിടെ പോയി കഴിഞ്ഞാൽ അവർ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ മേഖലകളിലും എന്തു വന്നു? പുതിയൊരു ഉണർവ് വന്നു. അതുവരെയായി എല്ലാ മേഖലകളും എങ്ങനെ ആയിരുന്നു? എല്ലാം റിലീജിയസ് ഐഡിയോളജീനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആർട്ടിലും ലിറ്ററേച്ചറിലും ചിത്രകലയിലും എല്ലാത്തിലും എന്തായിരുന്നു? റിലീജിയസ് ഐഡിയോളജി, മതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എല്ലാത്തിൻ്റെയും തീം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു 13ാം നൂറ്റാണ്ടോടുകൂടി
അവിടെ നിന്ന് എല്ലാ മേഖലകളിലും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പുത്തൻ ഉണർവ് ഉണ്ടായി. അതായത് അതുവരെ റിലീജിയസ് ഐഡിയോളജിയെ ബേസ് ചെയ്ത് എഴുതിയിരുന്ന ആർട്ടിൻ്റെ വർക്കുകളെല്ലാം, അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് എല്ലാം, അല്ലെങ്കിൽ ചിത്രകലയെല്ലാം, ഇതെല്ലാത്തിലും ഒരു പുതിയ മാറ്റം അവിടെ ഉണ്ടായി. അതായത് എല്ലാവരും ഏത് തീമിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? ദ ലൈഫ് ഓഫ് കോമൺ മാൻ, മാനുഷിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് മാനവികത എന്നുള്ള ആ ഒരു തീമിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. എന്താണ് നവോത്ഥാനം? നമുക്ക് നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആരെയായിരിക്കും? ശ്രീനാരായണ ഗുരുവിനെ ആയിരിക്കും അല്ലേ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. അതായത് കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുത്തൻ ഉണർവ് എല്ലാ മേഖലകളിലും കൊണ്ടുവന്നു അല്ലേ? ജാതി, മതം, വർഗം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നു. അതാണ് കേരളത്തിലെ നവോത്ഥാനം. അതിന് തുടക്കം കുറിച്ച ആൾ എന്ന നിലയിൽ ആരെ നമ്മൾ പറയുന്നു? ശ്രീനാരായണ ഗുരുവിനെ പറയുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ? അതുപോലെ തന്നെ ശരിക്കും നവോത്ഥാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും എന്ത് കൊണ്ടുവന്നു? ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവന്നു. അതാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലിയാണ്. അപ്പോൾ അതുവരെ ഏത് ഭാഷകളിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? ഒന്നുകിൽ ലാറ്റിൻ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ. അതുവരെ അവിടെയുള്ള എല്ലാ വർക്കുകളും ഏതിലായിരുന്നു? ഒന്നുകിൽ ലാറ്റ് അല്ലെങ്കിൽ ലത്തീൻ എന്ന് പറയുന്നത്, പിന്നെ ഗ്രീക്ക് ഭാഷ. ഈ രണ്ട് ഭാഷകളിൽ മാത്രമായിരുന്നു അവിടെ എന്ത് ചെയ്തിരുന്നത്? ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിരുന്നത്. എല്ലാ ആർട്ട്, അതായത് ലിറ്ററേച്ചറും എല്ലാം എഴുതിയിരുന്നത് ഏത് ഭാഷകളിലായിരുന്നു? ഈ ലാറ്റിൻ ഭാഷയിലായിരുന്നു. ഈ ഒരു പുതിയ മാറ്റം, റിലീജിയസ് ഐഡിയോളജി മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എന്ത് വന്നു? മാനുഷിക ജീവിതത്തിന്, അതായത് ഒരു ലൈഫ് ഓഫ് കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ ആ അവസ്ഥകളെയൊക്കെ അവർ തീമാക്കി മാറ്റാൻ തുടങ്ങി. അവിടെ മുതൽ എല്ലാ ഈ ഭാഷകളിൽ എഴുതിയിരുന്നവർ അതിലും മാറ്റം വന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ഭാഷകളായിട്ടുള്ള ഫ്രഞ്ച്, സ്പാനിഷ്, ഇംഗ്ലീഷ്, ഈ ഭാഷകളിലൊക്കെ, അതായത് സാധാരണക്കാർക്ക് വായിക്കണമെങ്കിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ എഴുതണം അല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നു. അതുവരെ എഴുതിയിരുന്ന ക്ലാസിക് ലാംഗ്വേജസ് ആയിട്ടുള്ള ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ നിന്ന് മാറി ഏത് ഭാഷകളിലേക്ക് എഴുതാൻ തുടങ്ങി? സാധാരണക്കാരൻ്റെ ഭാഷ, അതായത് അവിടെ നോർമൽ കോമൺ മാൻസ് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജസ് ഏതൊക്കെയായിരുന്നു? സ്പാനിഷ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഈ ഭാഷകളിലേക്ക് എല്ലാ വർക്കുകളും എഴുതാൻ തുടങ്ങി, തർജ്ജമ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ആ മാനുഷികത, മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്? മാനവികത എന്ന് പറയുന്നത്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്താങ്ങിയ സാധനം എന്ന് പറയുന്നത്, ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ മാനവികതയായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഭാഷകളിൽ, എഴുത്തുകളിൽ മാറ്റം വന്നു. അപ്പോൾ നവോത്ഥാനം കലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, നവോത്ഥാനം സാഹിത്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അതുപോലെ നവോത്ഥാനം വാസ്തുവിദ്യയിലും ചിത്രകലയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു, ശാസ്ത്രത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ മേഖലകളിലും എന്ത് കൊണ്ടുവന്നു? നവോത്ഥാനം മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ? ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരിക. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്ക്. നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പെട്രാർക്കിന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. ഏതാണ്? സീക്രട്ടം. പെട്രാർക്കിന്റെ വർക്ക് ഏതാണ്? സീക്രട്ടം. പെട്രാർക്കിന്റെ വർക്ക് ഏതാണ്? സീക്രട്ടം. അപ്പോൾ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് പെട്രാർക്ക്. പെട്രാർക്കിന്റെ കാലഘട്ടം 1304 മുതൽ 1374 വരെയാണ് കേട്ടോ. AD 1304 മുതൽ 1374 വരെയാണ് പെട്രാർക്കിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള വർക്ക് ഏതാണ്? സീക്രട്ടം. ഇങ്ങനെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യത്തിലെ കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മളിപ്പോൾ പഠിച്ചു. ഏതാത്? ഒന്ന് പെട്രാർക്കിന്റെ സീക്രട്ടം. ദെൻ അടുത്തത്, ആ എല്ലാ വർക്കുകളും നമുക്ക് പരീക്ഷയ്ക്ക് ഓരോ തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് പെട്രാർക്ക് ചോദിച്ചിട്ടുണ്ട്, നവോത്ഥാനത്തിന്റെ പിതാവ് എന്നുള്ളതിൽ പെട്രാർക്കിനെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആ പാഠപുസ്തകം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ എന്നുള്ളത്. ഒന്ന് ദാന്തെയുടെ ഡിവൈൻ കോമഡി.
ഡിവൈൻ കോമഡി. ഡിവൈൻ കോമഡി, ഡാന്റെയുടെ ഡിവൈൻ കോമഡി. അപ്പോൾ ഒന്ന് കിട്ടി. ഒന്ന് പെട്രാർക്ക് സീക്രട്ടം, രണ്ടാമത്തേത് ഡാന്റെയുടെ ഡിവൈൻ കോമഡി. ഡാന്തെ ഡിവൈൻ കോമഡി. ദെൻ ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ, ഒരുമിച്ച് പറഞ്ഞു പോവുക. ദാന്തെ ഡിവൈൻ കോമഡി, പെട്രാർക്ക് സീക്രട്ടം. ദെൻ അടുത്തത് സെർവാന്തെ. സെർവാന്തെ, സെർവാന്തയുടെ ബുക്ക് ഏതാണ്? സെർവാന്തെ ഡോൺ ക്യുക്സോട്ട്. ഡോൺ ക്യുക്സോട്ട്. ഡോൺ ക്യുക്സോട്ട്, സെർവാന്തയുടെ ഡോൺ ക്യുക്സോട്ട്. ഇനി അടുത്തത് ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ. ദക്കാമറൻ കഥകൾ. ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ. ഇപ്പൊ എത്രണ്ണായി? 4 എണ്ണായി അല്ലേ? ഒന്ന് പെട്രാർക്ക് സീക്രട്ടം, നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് സീക്രട്ടം. ദെൻ അടുത്തത് ദാന്തെ ഡിവൈൻ കോമഡി, സെർവാന്തെ ഡോൺ ക്യുക്സോട്ട്, ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ. അടുത്തത് ഇറാസ്മസ്. അടുത്തത് ഇറാസ്മസ്. ഇറാസ്മസ്. ഇറാസ്മസ് ഏതാണ് അദ്ദേഹത്തിന്റെ കൃതി? ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഏതാണ്? ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പൊ ഇതാണ് നവോത്ഥാനം സാഹിത്യത്തിൽ എന്ന മേഖലയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 എണ്ണം. ഏതൊക്കെയാണ്? ഒന്നുകൂടി പറയാം. പെട്രാർക്ക് സീക്രട്ടം, ദാന്തെ ഡിവൈൻ കോമഡി, സെർവാന്തെ ഡോൺ ക്യുക്സോട്ട്, അടുത്തത് ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ, അതുപോലെ തന്നെ ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇത് നവോത്ഥാനം സാഹിത്യത്തിൽ എന്നുള്ളതാണ് അല്ലെ, ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ചിത്രകലയിൽ. നവോത്ഥാനം ചിത്രകലയിൽ. അപ്പം നമുക്ക് ചിത്രകല എന്ന് പറയുമ്പോൾ തന്നെ ആരെയായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക? വളരെ പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനായിട്ടുള്ള ലിയാനാർഡോ ഡാവിഞ്ചിനെ ഓർമ്മയുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ചിത്രം ഏതാണ്? ലിയാനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രം ഏതാണ്? യെസ്, ഏതാണ്? വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്, അതാണ് മോണാലിസ എന്ന് പറയുന്നത് അല്ലെ? മോണാലിസ. യെസ്. അപ്പൊ നവോത്ഥാനം എവിടെ? ചിത്രകലയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ചിത്രകലയിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അതിൽ തന്നെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മൊണാലിസ എന്ന് പറയുന്ന ചിത്രം അതിപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനായിരുന്നു ആര്? ലിയാനാർഡോ ഡാവിഞ്ചി. ആരാണ്? ലിയാനാർഡോ ഡാവിഞ്ചി. ലിയാനാർഡോ ഡാവിഞ്ചി. അപ്പോൾ ഈ ഡാവിഞ്ചിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ആ ചിത്രകലയാണ് ഏത്? മൊണാലിസ അല്ലേ? മൊണാലിസ. ഈ മൊണാലിസ മാത്രമാണോ അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത്? അല്ല. അവസാനത്തെ അത്താഴം, അതും ആരുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്? പുസ്തകമല്ല, ചിത്രകലയാണ് കേട്ടോ. അവസാനത്തെ അത്താഴം. അപ്പോൾ ഈ 2 എണ്ണമാണ് ലിയാനാർഡോ ഡാവിഞ്ചിയുമായിട്ട് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ മൊണാലിസ എന്ന് പറയുന്ന ചിത്രം അദ്ദേഹം വരച്ചത് 1503 to 1505 ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് വരച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് എവിടെയാണ്? പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിലാണ് അത് ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു ചിത്രം 1503 to 1505 ആ ഒരു കാലഘട്ടത്തിലാണ് വരച്ചത്. അതിപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? പാരീസിലെ ലൂവ്ർ മ്യൂസിയം. പാരീസിലെ ലൂവ്ർ മ്യൂസിയം. അപ്പോൾ നവോത്ഥാനം കലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിത്രകല മാത്രമല്ല ഉള്ളത് അല്ലേ? ചിത്രകലയുണ്ട്, വാസ്തുവിദ്യയുണ്ട്, കൊത്തുപണിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആ എല്ലാ മേഖലകളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നവോത്ഥാനം കലയിൽ എന്നുള്ള ആ ഒരു ടോപ്പിക്കും അതിൻ്റെ ബാക്കി ഭാഗം, ആ പാഠഭാഗത്തിൽ നമ്മുടെ യൂറോപ്പ് പരിവർത്തനവാദിയിൽ എന്നുള്ളതാണ് ആ ചാപ്റ്റർ അല്ലേ? അതിനകത്ത് ഇനി ശാസ്ത്രം, നവോത്ഥാനം ശാസ്ത്രത്തിൽ, അതുപോലെ വ്യാവസായിക രംഗത്തുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിക്കുക കേട്ടോ. ഇപ്പം തന്നെ നല്ലതുപോലെ പഠിച്ച് തുടങ്ങിക്കോളുക. ആ സമയമാകുമ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇപ്പോൾ വളരെ കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചു പൊക്കോളുക. അപ്പോൾ ഇനി ഏതാണെങ്കിലും LP UP ആണെങ്കിലും KTET ആണെങ്കിലും നിങ്ങൾ ഏത് പരീക്ഷയെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരീക്ഷ വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. അത് വളരെ വലിയൊരു മണ്ടത്തരമായി പോകും. ആ സമയത്ത് നമുക്ക് ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, റിവിഷൻ ചെയ്യാൻ പറ്റില്ല. റിവിഷൻ ചെയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ മനസ്സിലാവും. അത് കാരണം രണ്ട് ഓപ്ഷൻസ് തമ്മിൽ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് വരും. അത് നിങ്ങൾക്കത് ഓർമ്മയിൽ ഉണ്ടാവാം, പക്ഷെ അതാണോ ഇതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സമയമായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. നല്ലതുപോലെ പഠിക്കുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. താങ്ക്